ഡേ 7 ഇന്നത്തെ സംഭവങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഡേ 6 എന്തൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് യുവർ ഷോ ദാറ്റ് നവൻസ് യു വാച്ചിങ് PBCM ബാംഗ്ലൂർ ബോൺ കൺഫ്യൂസ്ഡ് മല്ലോ. അപ്പോൾ ഡേ 6 നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ കീറ്റോൻ്റെ മിത്തിനെ പറ്റിയാണ്. അതിൽ എന്തൊക്കെ കള്ളമുണ്ട് എന്തൊക്കെ സത്യം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞേക്കുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐബട്ടനിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഡേ 7 എന്താ അറിയാൻ പോണത്, എൻ്റെ വെയിറ്റ് അപ്ഡേറ്റും എങ്ങനെയാണ് കീറ്റോ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നും പിന്നൊരു കാര്യം, ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. റഷ്യ തന്നെ പോയാൽ ഈ ഒരു ടോപ്പിക്ക് ആർക്കും മനസ്സിലാവില്ല. ഓക്കെ, പിന്നെ അറിയാൻ പോണത് യൂറിൻ കീറ്റോ അനാലിസിസ് ആണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതെങ്ങനെ ചെയ്യണമെന്നും അതിനൊക്കെ ഒരു സുരാപ്ലി സാധനം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ കാണിച്ചു തരാം. ആസ് യൂഷ്വൽ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ വീടിൻ്റെ അവസാനമല്ല കാണിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. എൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ ഡേ 1 വെയിറ്റ് അപ്ഡേറ്റ്. അതായത് 96.4 kgs ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡേ 7 വെയിറ്റ് അപ്ഡേറ്റ് വിച്ച് ഇസ് 90.7 kgs. 6 കിലോ ആണ് നമ്മൾ കുറഞ്ഞേക്കണം. ഒരു ഫസ്റ്റ് വീക്കിൽ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ടു ബി റിയലി പ്രിസൈസ് ഞാൻ 5.7 kg ആണ് കുറച്ചേക്കുന്നത്. ഇനി എൻ്റെ നെക്സ്റ്റ് ബോഡി വെയിറ്റ് അപ്ഡേറ്റ് എൻ്റെ 14th വീഡിയോയിലായിരിക്കും. ഇനി നമുക്ക് കീറ്റോ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം വെയിറ്റ് ലോസ്. നമ്മൾ എന്തോരം ഡയറ്റ് ഉണ്ടായിട്ടും ഈ ഒരു പർട്ടിക്കുലർ ഡയറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇതിലാണ് ഒരു റാപ്പിഡ് വെയിറ്റ് ലോസും ഫാറ്റ് ലോസൊക്കെ സംഭവിക്കണം. സോ നിങ്ങൾ റാപ്പിഡായിട്ട് ഒരു വീക്കിൽ വെയിറ്റ് കുറയാനുണ്ട് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിൽ നിങ്ങൾ കീറ്റോസിസിലാണെന്ന് കൺഫേം ചെയ്യുക. രണ്ടാമത്തത് സ്ലീപ്പ് ചേഞ്ചസ്. ഇത് 2 തരത്തിലുണ്ട്. ചില ആൾക്കാർക്ക് വിശപ്പ് കൂടുതൽ കാരണം ഉറക്കം വരില്ല, കുറച്ച് പേർക്ക് ഫറ്റീക്ക് കാരണം, അതായത് ടയേർഡായിട്ട് പെട്ടെന്ന് ഉറക്കവും വരും. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. അപ്പം മൂന്നാമത്തത് ഷോർട്ട് ടേം ഡിക്രീസ് ഇൻ എക്സസൈസ് പെർഫോമൻസ്. ഇങ്ങനെ വെച്ചാൽ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഫ്യൂൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു, കാർബും ഗ്ലൂക്കോസും. ഇതിപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യണില്ല. അത് കാരണം നമ്മുടെ ബോഡി ആ ഒരു സഡൻ ഷിഫ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ആയിട്ടില്ല. അത് കാരണം നമുക്ക് എക്സസൈസിൽ വർക്കൗട്ട് ടൈമിൽ വെയിറ്റ് പുഷ് ചെയ്യാൻ എനർജി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകില്ല. അതും വളരെ കുറച്ചായിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ഈ ഒരു ചേഞ്ചിലോട്ട് അഡ്ജസ്റ്റ് ആയി കിട്ടുന്ന വരെ, അതായത് 1 to 2 weeks വരെ നമുക്ക് ഈ ഒരു സ്ട്രഗിൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ, നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം. നാലാമത്തെ പോയിന്റ് ഡ്രൈ മൗത്ത് ആൻഡ് ബാഡ് ബ്രെത്ത്. ഇതിനെപ്പറ്റി പർട്ടിക്കുലറായിട്ട് പറയാൻ, നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഊട്ടയുള്ള പാത്രം വെച്ച് വെള്ളം കുറഞ്ഞ അവസ്ഥയായിരിക്കും നമ്മുടെ കാര്യം. അത് കാരണം നമ്മൾ എന്തോരം വെള്ളം കുടിച്ചാലും മതിയാത്ത പോലെ തോന്നും. എന്തിന് ഞാനിപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴടക്കം എനിക്ക് ആ ഡ്രൈ മൗത്ത് സെൻസേഷൻ എനിക്കിപ്പോഴും ഫീൽ ആകാറുണ്ട്. എൻ്റെ വായിൽ ഒരു തരി വെള്ളം ഇല്ലാത്ത പോലത്തെ ഒരു ഫീലാണ്. ഞാൻ ഇപ്പോൾ ഒരു ടാങ്ക് വെള്ളം കുടിച്ചേ ഉള്ളൂ. പിന്നെ ഉള്ളത് ബാഡ് ബ്രെത്ത്. ബാഡ് ബ്രെത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചീത്ത മണം വായിലുണ്ടാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ബോഡിയിൽ നിന്ന് കീറ്റോൺസ് പുറത്തോട്ട് വരാൻ കുറേ രീതിയുണ്ട്. അതിൽ ബ്രെത്തിലും യൂറിനിലുമാണ് കൂടുതൽ. സോ ബ്രെത്തിൽ എങ്ങനത്തെ മണമായിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ നെയിൽ പോളിഷ് ക്യൂടെക്സിൻ്റെ മണമായിരിക്കും. പിന്നെ യൂറിനിലുള്ള സംഭവം കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ പോണത്. നമ്മൾ യൂറിൻ കീറ്റോ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ നമ്മുടെ വോയിസ് ഓവർ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ലൈവ് ഇൻട്രാക്ഷനിൽ ഒരു ക്ലിപ്പ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാം. ഇതാണ് സാധനം. ഓക്കെ, പിന്നെ നമുക്ക് കീറ്റോസിസ് അച്ചീവ് ചെയ്ത കളർ ഇങ്ങനെ മാറും, ഈ കളറിലോട്ടാകും. സ്ട്രിപ്പ് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ സ്ട്രിപ്പ് ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇതാണ് സ്ട്രിപ്പ്. ഓക്കെ, ഇപ്പം കളർ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഞാൻ എന്നാൽ പോയി ഗ്ലാസ്സിൽ എൻ്റെ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് വരാം. ഇത്രയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് നോക്കട്ടെ എന്തൊക്കെ സാധനം ഞാൻ ചെയ്യണം. അപ്പം ഞാൻ യൂറിൻ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സാധനം ഡിപ്പ് ചെയ്ത് നോക്കാം കീറ്റോസിസിലോട്ടാണോ അല്ലേന്ന്. ഇത് കളർ ചേഞ്ച് ചെയ്യാൻ ഇത്ര ടൈം എടുക്കും. ദൈവമേ കത്തിരക്ഷിക്കണേ. കളർ മാറി. കളർ മാറി ഗൈസ്. നോക്ക്, നമ്മ കട്ട കീറ്റോസിസിലാണ്. മൊത്തം കട്ട കീറ്റോസിസിലോട്ടാണ് പോരെ. നമ്മ കട്ട കീറ്റോസിസിലോട്ടായി. ഷോ എനിക്ക് മണ്ടരം പിടിക്കാൻ. നമ്മൾ കീറ്റോസിസ് അച്ചീവ് ചെയ്തു. നിങ്ങൾക്കും മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഈ സംഭവം ചോദിച്ചാൽ കിട്ടും. അപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരം കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ എടുക്കണല്ലേ, എൻ്റെ സാമ്പിളൊക്കെ കാണിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് അബൌട്ട് കീറ്റോ ആണ് പറയാൻ പോകണം. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ.